കിഡ്നി രോഗനിർണയത്തിന് ബയോപ്സി ആവശ്യമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നമ്മൾ മനസ്സിലാക്കണം, കിഡ്നി രോഗമായിട്ട് ഒരു രോഗി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് ചില പ്രത്യേക സിംറ്റംസ് ഉള്ളതുകൊണ്ടാണ് രോഗി വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയുടെ മുന്തിരിക്കുല പോലെയുള്ള രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഗ്ലോമറുലസിനെ ബാധിക്കുന്ന അസുഖങ്ങളാണെങ്കിൽ അവർ പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ, പ്രഷർ അല്ലെങ്കിൽ നീര് ഒക്കെ ആയിട്ടായിരിക്കും പലപ്പോഴും വരിക. അത് വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്ത് എത്താറുണ്ട് ആ സിംറ്റംസുമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അസുഖം കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ഗ്ലോമറുലാർ അസുഖങ്ങൾ, ഇപ്പോൾ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അല്ലാതെ മറ്റുള്ള ഗ്ലോമറുലാർ അസുഖങ്ങൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ പലപ്പോഴും കിഡ്നി രോഗനിർണയത്തിന്, അതായത് കിഡ്നിക്ക് എന്ത് രോഗം വന്നാലും കിഡ്നിയിൽ നിന്ന് പ്രോട്ടീൻ പോകുന്നതും അല്ലെങ്കിൽ ഒരു രക്തമയം കാണുന്നതും എല്ലാം സാധാരണ. അതിൽ തന്നെ എന്ത് രോഗമാണ് കിഡ്നിയെ ബാധിച്ചതെന്ന് തിരിച്ചറിയണമെങ്കിൽ പലപ്പോഴും കിഡ്നി ബയോപ്സി വേണ്ടി വരാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് SLE, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ അല്ലെങ്കിൽ വാതസംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ഗ്ലോമറുലാർ ഡിസീസ് എന്ന് പറയും, അതായത് നെഫ്രോട്ടിക് സിൻഡ്രോം തുടങ്ങിയ അസുഖങ്ങൾ, യൂറിൽ പ്രോട്ടീൻ അമിതമായി പോകുന്ന അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും കിഡ്നി ബയോപ്സി വേണ്ടി വരും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ അസുഖ നിർണയത്തിൽ നിന്നായിരിക്കും രോഗിക്ക് എന്ത് മരുന്ന് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പലപ്പോഴും ഒരു രോഗം എത്രത്തോളം മൂർച്ഛിച്ചു എന്ന് മനസ്സിലാക്കാനും ആ ബയോപ്സി സഹായകമാകും. പിന്നെ ഓരോ മരുന്നിനോടും രോഗി എത്രമാത്രം പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും നമുക്ക് ഒരു പക്ഷേ ബയോപ്സിയിൽ നിന്നും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചില അസുഖങ്ങളിൽ, എസ്പെഷ്യലി നമ്മൾ ഗ്ലോമറുലാർ ഡിസീസിൽ നിന്നാണ് അത് കരുതുക, അങ്ങനെയുള്ള അസുഖങ്ങളിൽ ബയോപ്സി ചെയ്താൽ കൂടുതൽ രോഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ടൈലർ ചെയ്യാൻ സാധിക്കും. അത് വളരെ പ്രിസൈസായിട്ട് നമ്മൾ മരുന്നുകളടക്കം രോഗത്തെ നിയന്ത്രിക്കാനുള്ള പ്ലാൻസ്, സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ബയോപ്സി ഒരു പക്ഷേ സഹായകമായിരിക്കും.